മഹാരാഷ്ട്രയിൽ 3-2 ഭൂരിപക്ഷവുമായി അധികാരം നിലനിർത്തിയിട്ടും മഹായുതി മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അനിശ്ചിതമായി തന്നെ നീളുകയാണ്. കാവൽ മുഖ്യമന്ത്രിയും ശിവസേന നേതാവുമായ ഏക്നാഥ് ഷിൻഡെ അപ്രതീക്ഷിതമായി ജന്മനാട്ടിലേക്ക് പോയതോടെ ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന ചർച്ചകൾ റദ്ദാക്കി. വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട അതൃപ്തിയാണ് ഷിൻഡെയുടെ പെട്ടെന്നുള്ള മടക്കത്തിന് പിന്നിലെന്നാണ് റിപ്പോർട്ട്. വെള്ളിയാഴ്ച നടക്കാനിരുന്ന മഹായുതി നേതാക്കളുടെ കൂടിക്കാഴ്ച അവസാന നിമിഷം മാറ്റുകയായിരുന്നു. മുൻ മുഖ്യമന്ത്രി കൂടിയായ ദേവേന്ദ്ര ഫട്നാവിസിനെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് BJP പരിഗണിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രി പദം വിട്ടുകൊടുക്കുന്നതിന് പകരമായി ഉപമുഖ്യമന്ത്രി പദം മകൻ ശ്രീകാന്ത് ഷിൻഡെയ്ക്ക് നൽകണമെന്ന ഷിൻഡെയുടെ ആവശ്യം BJP നിരാകരിച്ചിരുന്നു. ആഭ്യന്തരം, നഗരവികസനം തുടങ്ങിയ സുപ്രധാന വകുപ്പുകൾ വേണമെന്നും ഷിൻഡെ ശിവസേന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഏക്നാഥ് ഷിൻഡെ, ദേവേന്ദ്ര ഫട്നാവിസ്, അജിത് പവാർ എന്നിവർ ഡൽഹിയിലെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നഡ്ഡ എന്നിവരുമായി ചർച്ച നടത്തിയിരുന്നു. ഇതിനുശേഷം മുംബൈയിൽ മടങ്ങിയെത്തിയ നേതാക്കൾ തുടർ ചർച്ചകൾ തുടരാൻ തീരുമാനിച്ചിരുന്നു. ഷിൻഡെ നാട്ടിൽ നിന്ന് മടങ്ങി വന്ന ശേഷം ഞായറാഴ്ച മഹായുതി സഖ്യ നേതാക്കളുടെ ചർച്ച നടന്നേക്കുമെന്നാണ് PTI റിപ്പോർട്ട് ചെയ്യുന്നത്. ഡൽഹിയിൽ കൂടിക്കാഴ്ചകൾക്ക് ശേഷം ചർച്ചകൾ പോസിറ്റീവാണെന്നും മുഖ്യമന്ത്രിയെ 2 ദിവസത്തിനകം പ്രഖ്യാപിക്കുമെന്നും പ്രധാനമന്ത്രിയും അമിത്ഷായും തീരുമാനം കൈക്കൊള്ളുമെന്നും ഏക്നാഥ് ഷിൻഡെ അഭിപ്രായപ്പെട്ടിരുന്നു. സർക്കാർ രൂപവൽക്കരണത്തിന് അന്തിമ രൂപം നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി മഹായുതി നേതാക്കൾ ഡൽഹിയിൽ ചർച്ച നടത്തിയിരുന്നു. വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ ചർച്ച പൂർത്തിയാക്കി നേതാക്കൾ മുംബൈയിലേക്ക് തിരിച്ചെന്നാണ് വിവരം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന BJP നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ്, ശിവസേന അധ്യക്ഷൻ ഏക്നാഥ് ഷിൻഡെ, NCP അധ്യക്ഷൻ അജിത് പവാർ എന്നിവർ അമിത്ഷായുടെ വസതിയിൽ എത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത്. BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഡൽഹിയിലെ ചർച്ച പോസിറ്റീവാണെന്ന് പ്രതികരിച്ച ഷിൻഡെയുടെ അപ്രതീക്ഷിത പിന്മാറ്റം മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയാഭ്യൂഹങ്ങൾക്ക് കാരണമായിരിക്കുകയാണ്. സീറ്റ് വിഭജന ചർച്ചകളിൽ ഷിൻഡെയ്ക്ക് അതൃപ്തിയുണ്ടെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. അതേസമയം സത്താറയിലേക്ക് പോയ ഷിൻഡെ ശനിയാഴ്ച മാത്രമേ തിരിച്ചെത്തൂ എന്നാണ് വിവരം. NCPയും ശിവസേനയും പാർലമെന്ററി പാർട്ടി നേതാക്കളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. BJPയിൽ നിന്ന് തന്നെയാകും മുഖ്യമന്ത്രിയെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടും പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന നേതാവിനെ തെരഞ്ഞെടുത്തിട്ടില്ല. എന്തായാലും മഹാരാഷ്ട്രയിൽ 3-2 ഭൂരിപക്ഷവുമായി അധികാരം നിലനിർത്തിയിട്ടും മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ ഇങ്ങനെ നീളുകയാണ്. കാവൽ മുഖ്യമന്ത്രിയും ശിവസേന നേതാവുമായ ഏക്നാഥ് ഷിൻഡെ തിരിച്ചു പോയതോടെ പല ചർച്ചകളും ഒഴിവാക്കിയിരിക്കുകയാണ്. വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട അതൃപ്തി തന്നെയാണ് ഇതിനുള്ള കാരണം. പെട്ടെന്ന് മടങ്ങുകയായിരുന്നു അദ്ദേഹം. ഇന്ന് നടക്കാനിരുന്ന മഹായുതി നേതാക്കളുടെ കൂടിക്കാഴ്ച അവസാന നിമിഷം മാറ്റുകയായിരുന്നു. എന്തായാലും ഈ ഒരു കാര്യത്തിൽ പല നേതാക്കളും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പലർക്കും അതൃപ്തിയാണ്.